ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. നമ്മളിന്ന് ഒരുമിച്ചാണ് ഒരു പ്രത്യേക യാത്രയ്ക്ക്, പഴയ നിയമത്തിലെ പൊടിപിടിച്ച എന്നാൽ എന്താ പറയുക ഒത്തിരി ആഴങ്ങളുള്ള ഒരു ഭാഗത്തേക്ക്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ഒരു സാധാരണ കഥ പോലെ തോന്നാം. മരുഭൂമി, കൂടാരം, കുറച്ച് അതിഥികൾ. പക്ഷെ അതിനപ്പുറം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടൽ, അതും വളരെ അടുത്ത്, മുഖാമുഖം. വാഗ്ദാനങ്ങൾ, സംശയങ്ങൾ, പിന്നെ ഒരു നഗരത്തിനു വേണ്ടിയുള്ള ഒരു വിലപേശല് തന്നെ. ശരിയാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി ഇതിനൊക്കെ എന്ത് ബന്ധമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെ ഈ പുരാതന സംഭവം നമ്മുടെ പ്രാർത്ഥനകളോടും വിശ്വാസത്തോടും, എന്തിന് നമ്മുടെ ആതിഥ്യമര്യാദയോടുപോലും സംസാരിക്കുന്നുവെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രംഗം മമ്രിയയുടെ ഓക്കുമരങ്ങൾക്കിടയിലാണ്. നല്ല ഉച്ചവെയിൽ. അബ്രഹാം തന്റെ കൂടാരവാതിൽക്കൽ ഇരിക്കുന്നു. ഓർക്കണം, അബ്രഹാമിന് പുതിയ പേര് കിട്ടിയിട്ട് അധിക കാലമായിട്ടില്ല. പരിച്ഛേദന എന്ന ഉടമ്പടിയുടെ അടയാളവും സ്വീകരിച്ചിട്ടുണ്ട്. അതെ, മനസ്സിൽ ആ വലിയ വാഗ്ദാനമുണ്ട്. ഇസ്ഹാക്ക് എന്ന മകൻ. ആ ഒരു ചിന്തയിലാണ് ഇരിപ്പ്. അപ്പോഴാണ് പെട്ടെന്ന് 3 പേർ മുന്നിൽ, അപരിചിതർ. വാക്യം 2 ശ്രദ്ധിച്ചാല് അബ്രഹാം വെറുതെ അവരെ നോക്കുകയല്ല ചെയ്തത്. അല്ലേയല്ല, അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്നു അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ താണു നമസ്കരിച്ചു. ഓടിച്ചെന്നു, ആ വാക്ക് ശ്രദ്ധേയമാണ്. തീർച്ചയായും അന്നത്തെ ഒരു സംസ്കാരമുണ്ട്, യാത്രക്കാരെ സ്വീകരിക്കുക എന്നത്. അതൊരു കടമയാണ്, പുണ്യമാണ്. പക്ഷേ അബ്രഹാമിന്റെ ഈ പ്രതികരണം, അതിലൊരു പ്രത്യേകതയുണ്ട്. എന്തോ ഒരു ആവേശമുണ്ട്. ഒരുപക്ഷേ ആ വരുന്നവരിൽ സാധാരണത്വം കവിഞ്ഞ എന്തോ ഒന്ന് അവൻ കണ്ടിരിക്കുമോ? സാധ്യതയെന്ത്? അല്ലെങ്കിൽ അത് അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ ഒരു വിശാലതയാകാം. നോക്കൂ, അവൻ പറയുന്നത്, യജമാനനെ, എന്നെ കടന്നു പോകരുതേ എന്നാണ്. എന്നിട്ട് കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നു, വിശ്രമിക്കാൻ മരത്തണൽ കാണിച്ചു കൊടുക്കുന്നു. അതെ, ഏറ്റവും നല്ല ഭക്ഷണം ഒരുക്കാൻ ഓടുകയാണ്. സാറായോട് വേഗം മാവെടുത്ത് അപ്പമുണ്ടാക്കാൻ പറയുന്നു. വേലക്കാരനോട് നല്ലൊരു കാളക്കുട്ടിയെ കൊണ്ടുവരാൻ പറയുന്നു. ശരിക്കും ഒരു രാജകീയ സ്വീകരണം. ആരാണെന്ന് പോലും അറിയാത്ത 3 പേർക്ക് വേണ്ടി. അതെ, അവൻ തന്നെ അവരെ ശുശ്രൂഷിച്ച് മാറി നിൽക്കുകയാണ്. ഇതൊരു സാധാരണ സൽക്കാരമല്ല. ഇവിടെ വലിയൊരു പാഠമുണ്ടല്ലേ. എബ്രായർ 13:2 ഓർമ്മ വരുന്നു. അതിഥി സൽക്കാരം മറക്കരുത്. അതെ. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ വാതിൽക്കൽ വരുന്നവരെ, സഹായം ചോദിക്കുന്നവരെ നമ്മൾ എങ്ങനെ കാണുന്നു? ഇന്നത്തെ ലോകത്തില് നമ്മള് എന്താ പറയാ, കുറച്ചുകൂടി അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലാണ് പലപ്പോഴും. തിരക്കുകളാണ്. ദൈവത്തോടെയുള്ള സ്വീകരണം അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ദൈവാനുഭവങ്ങളിലേക്ക് നയിച്ചേക്കാം. അബ്രഹാമിന്റെ കാര്യത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത്. ആ തുറന്ന ഹൃദയമാണ് അടുത്ത ഘട്ടത്തിലേക്ക് വഴി തുറന്നത്. ശരിയാണ്. ഭക്ഷണം കഴിഞ്ഞു. അപ്പോ ആ അതിഥികളിലെ പ്രധാനി, അത് കർത്താവായിരുന്നു എന്ന് നമുക്കറിയാം, ചോദിക്കുന്നു, നിന്റെ ഭാര്യ സാറ എവിടെ? എന്നിട്ട് ആ വാഗ്ദാനം വരുന്നു, അവിശ്വസനീയമെന്ന് തോന്നുന്ന വാഗ്ദാനം. അതെ, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിവരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ സാറ എവിടെയാണ്? കൂടാരത്തിന്റെ വാതിൽക്കൽ മറഞ്ഞു നിൽക്കുകയാണ്. അവൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ചിരിക്കുന്നു. പക്ഷെ അത് സന്തോഷം കൊണ്ടുള്ള ചിരിയല്ല. അല്ലേ, അതൊരു അവിശ്വാസത്തിന്റെ ചിരിയാണ്. ഉള്ളിൽ പറയുകയാണ്, വയസ്സായ എനിക്ക്, എന്റെ യജമാനനും പ്രായമായി, ഇനി എനിക്ക് ഈ സന്തോഷമുണ്ടാകുമോ? മാനുഷികമായി നോക്കുമ്പോൾ അവളുടെ ആ സംശയം, ആ ചിരി, അത് സ്വാഭാവികമാണ്. തീർച്ചയായും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കാറില്ലേ? ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ, ഇതൊക്കെ നടക്കുമോ എന്നൊരു ചിന്ത. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിരി വരും, ഒരു സംശയത്തിന്റെ ചിരി. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഹൃദയങ്ങളെ അറിയുന്നവനല്ലേ ദൈവം. അവൻ ആ ചിരി കേട്ടു. എന്നിട്ട് സാറയെ വഴക്കു പറയുകയല്ല ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല, ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. അബ്രഹാമിനോട് ചോദിക്കുന്നു, സാറ ചിരിച്ചതെന്ത്? എന്നിട്ട് ആ നിർണായകമായ ചോദ്യം, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആ ചോദ്യം, അത് നമ്മളോടും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ സംശയങ്ങളുടെ നടുവിൽ കർത്താവിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? ദൈവം നമ്മുടെ സംശയങ്ങളെ തള്ളിക്കളയുന്നില്ല. എന്നാൽ അവിടുത്തെ ശക്തിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നമ്മുടെ പരിമിതികൾക്കപ്പുറമാണ് ദൈവത്തിന്റെ കഴിവ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സംശയങ്ങളെ സത്യസന്ധമായി ദൈവത്തിനു മുന്നിൽ വെക്കാൻ ഇത് നമ്മെ ധൈര്യപ്പെടുത്തണം. കർത്താവെ, എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പറയാൻ. അതെ,
അവിടെയാണ് നമ്മൾ മുൻപ് സംസാരിച്ച ആ ദൈവനാമം പ്രസക്തമാകുന്നത്. എൽ ഷദ്ദായ്, സർവശക്തനായ ദൈവം. ഉൽപ്പത്തി 17 ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടത് ആ നാമത്തിലാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്നവൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ. അതെ, ആ ശക്തിയുടെ ഉറപ്പിലാണ് ദൈവം സാരയുടെ സംശയത്തെ നേരിടുന്നത്. ഇത് നമുക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന അവസ്ഥകളിൽ ഓർക്കുക, നമ്മുടെ ദൈവം സർവശക്തനാണ്. വാഗ്ദാനം നൽകി കഴിഞ്ഞു. ഇനി ആ അതിഥികൾക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്, സോദോം പട്ടണം. അതെ, സോദോമിലെയും ഗൊമോറയിലെയും പാപം, അതിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ അവർ പോവുകയാണ്. 2 ദൂതന്മാർ അങ്ങോട്ട് യാത്രയാകുന്നു. പക്ഷെ കർത്താവ് അവിടെ നിൽക്കുന്നു, അബ്രഹാമിനോടൊപ്പം. എന്നിട്ട് ദൈവം ഒരു കാര്യം ചിന്തിക്കുന്നു. ഞാൻ ചെയ്യുവാൻ പോകുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ? എന്തുകൊണ്ടാണ് ദൈവം തന്റെ പദ്ധതി അബ്രഹാമിനോട് വെളിപ്പെടുത്തുന്നത്? കാരണം അബ്രഹാം വെറുമൊരാളല്ല. അവൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, വലിയൊരു ജനതയുടെ പിതാവാകേണ്ടവനാണ്. നീതിയും ന്യായവും തന്റെ തലമുറയെ പഠിപ്പിക്കേണ്ടവൻ. അതെ, അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ കരുണ, ഇതെല്ലാം അബ്രഹാം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പാപത്തോടുള്ള ദൈവത്തിന്റെ വെറുപ്പും നീതിമാന്മാരോടുള്ള കരുതലും അവൻ കാണുകയാണ്. ആ വെളിപ്പെടുത്തൽ കേട്ട് അബ്രഹാം വെറുതെ നിന്നില്ല. അതാണ് അടുത്ത അത്ഭുതം. അവൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. കുറച്ചുകൂടി അടുത്തു ചെന്ന് വളരെ ധൈര്യത്തോടെ ഒരു സംഭാഷണം ആരംഭിക്കുന്നു. അങ്ങ് ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരെയും സംഹരിക്കുമോ? എന്തൊരു ചോദ്യമാണത്! ദൈവത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാണോ? ചോദ്യം ചെയ്യലെന്നതിനേക്കാൾ അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ തുടക്കമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു അപേക്ഷ. ദൈവത്തിന്റെ നീതി അവൻ അറിയാം, പക്ഷേ ദൈവത്തിന്റെ കരുണയിൽ അവൻ വിശ്വസിക്കുന്നു. അതെ, എന്നിട്ട് എന്താ പറയാ, വിലപേശലെന്ന് നമുക്ക് തോന്നാവുന്ന സംഭാഷണം. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവം പറയുന്നു, 50 പേരുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കാം. അബ്രഹാം വിടുന്നില്ല. 45 ദൈവം സമ്മതിക്കുന്നു. 40, 30, 20, അവസാനം 10-ലെത്തുന്നു. 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കരുതേ. ഓരോ തവണയും ദൈവം ക്ഷമയോടെ കേൾക്കുന്നു, സമ്മതിക്കുന്നു. 10 പേരുടെ നിമിത്തം ഞാനത് നശിപ്പിക്കുകയില്ല. ഇത് ദൈവത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് എന്താണ് നമ്മോട് പറയുന്നത്? അവിടത്തെ മഹാകരുണ, അവിടത്തെ ക്ഷമ, തന്റെ സ്നേഹിതന്റെ അപേക്ഷ കേൾക്കാൻ തയ്യാറുള്ളൊരു ദൈവം, നീതി നടപ്പാക്കുമ്പോഴും രക്ഷിക്കാനൊരവസരം തേടുന്ന ദൈവം, 10 പേർക്കു വേണ്ടി ഒരു പട്ടണത്തെ വെറുതെ വിടാൻ തയ്യാറായ ദൈവം. അതേസമയം അബ്രഹാമിനെ നോക്കൂ. മറ്റുള്ളവർക്കു വേണ്ടി, പാപികളായ ഒരു ജനതയ്ക്ക് വേണ്ടി എത്ര തീവ്രമായിട്ടാണ് അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ഒരു യഥാർത്ഥ മധ്യസ്ഥന്റെ മാതൃക. ശരിയാണ്. അപ്പോ ഈ അധ്യായം വെറുമൊരു കഥയല്ല. നമുക്കിന്നേക്ക് ഒത്തിരി പാഠങ്ങൾ ഇതിലുണ്ട്. ഒന്നാമത്തേത്, ആ ആതിഥ്യമര്യാദ. നമ്മുടെ വാതിലുകളും ഹൃദയവും മറ്റുള്ളവർക്കായി തുറന്നിടേണ്ടതിന്റെ പ്രാധാന്യം. ആരെയാണ് നമ്മൾ അതുവഴി കണ്ടുമുട്ടുകയെന്ന് പറയാനാവില്ല. ഒരുപക്ഷേ ദൈവത്തെ തന്നെ ആകാം. രണ്ടാമത്, സാറായുടെ സംശയം. നമ്മുടെ ജീവിതത്തിലെ സംശയങ്ങളെ ദൈവത്തിൽ നിന്ന് ഒളിച്ചുവെക്കേണ്ട കാര്യമില്ല. അവയെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. കാരണം കർത്താവിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? ആ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അവിശ്വാസത്തെ വിശ്വാസമാക്കാൻ ദൈവത്തിന് കഴിയും. മൂന്നാമതായി, അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന. ചുറ്റുമുള്ള ലോകത്തിന്റെ വേദന കാണുമ്പോൾ, അനീതി കാണുമ്പോൾ, പാപം കാണുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ ഒരു കടമയുണ്ട്. ധൈര്യത്തോടെ, എന്നാൽ താഴ്മയോടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അത് ദൈവത്തിന്റെ ഹൃദയവുമായി നമ്മെ ചേർത്തു നിർത്തുന്നു. ഏറ്റവും പ്രധാനമായി, നമ്മുടെ ദൈവം ദൂരെയല്ല. അവൻ നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. അതെ, അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്നതുപോലെ, യേശുവിലൂടെ നമ്മുടെ ഇടയിൽ വന്നതുപോലെ, ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ, നമ്മുടെ ജോലിക്കിടയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ അവൻ അരികിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആ മമ്രയുടെ ഓക്കുമരച്ചുവട്ടിൽ, അത് നിങ്ങളുടെ വീടോ ഓഫീസോ ഏകാന്തതയോ എന്തുമാകട്ടെ, ദൈവം കൂടെയുണ്ടെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ ഈ അധ്യായം നമ്മെ സഹായിക്കട്ടെ. ഒരു അപരിചിതനൊരു സഹായം ചെയ്യാൻ, അസാധ്യമെന്ന് തോന്നുന്നതിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കട്ടെ. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവന്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തമാണ്. സാറായുടെ ചിരിയെ അവൻ സന്തോഷമാക്കി മാറ്റി. നമ്മുടെ സംശയങ്ങളെയും അവന്റെ അത്ഭുതങ്ങളാക്കി മാറ്റാൻ അവനു കഴിയും. ഈ ഉറപ്പോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, മമ്രയിലെ ഓക്കുമരച്ചുവട്ടിൽ
ആ ഉച്ചവെയിലിൽ അങ്ങ് അബ്രഹാമിനെ സന്ദർശിച്ചല്ലോ. അതുപോലെ ഞങ്ങളുടെ ഈ സാധാരണ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ തിരക്കുകളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക് അങ്ങയുടെ സാന്നിധ്യം കടന്നു വരണമേ. കർത്താവേ, അബ്രഹാമിനെ പോലെ ഒരു തുറന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. മറ്റുള്ളവരെ, അപരിചിതരെ പോലും സ്നേഹത്തോടെ സ്വീകരിക്കാനും ഞങ്ങളാൽ കഴിയുന്ന നന്മ ചെയ്യാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവേ, സാറായെപ്പോലെ ഞങ്ങളുടെ ഉള്ളിലും സംശയങ്ങൾ വരാറുണ്ട്, ഭയം വരാറുണ്ട്. അങ്ങയുടെ വാഗ്ദാനങ്ങൾ വലുതായി തോന്നുമ്പോൾ, സാഹചര്യങ്ങൾ എതിരായിരിക്കുമ്പോൾ, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന സത്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അബ്രഹാമിനെ പോലെ ഒരു മധ്യസ്ഥ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിനു വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി, വേദനിക്കുന്നവർക്കും നഷ്ടപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കരുണ ഈ ലോകത്തിന്മേൽ ഉണ്ടാകണമേ. അബ്രഹാമിന്റെയും സാറായുടെയും ദൈവമേ, ഞങ്ങളുടെ കാത്തിരിപ്പുകളിലും സംശയങ്ങളിലും പ്രത്യാശയിലും അങ്ങ് ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും ഒരു സാക്ഷ്യമായി മാറട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക്. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. ആമേൻ. ഇന്നത്തെ ഈ വിചിന്തനത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഉൽപ്പത്തി 18 ഈ സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചവും പ്രോത്സാഹനവും നൽകട്ടെയെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് everyday@gmail.com എന്ന വിലാസത്തിൽ നിങ്ങൾക്കെഴുതാം. നിങ്ങളുടെ ഓരോ പ്രതികരണവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങളുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദൈവവചനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അടുത്ത ആഴ്ചയും മറക്കാതെ ഞങ്ങളോടൊപ്പം ചേരുക. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.